നജീബ് കാന്തപുരത്തിന് ജനങ്ങൾക്ക് ഇടയിലുള്ള അംഗീകാരത്തെ ഭയപ്പെട്ടവരാണ് അദ്ദേഹത്തിനെതിരെ ഫ്ലക്സ് വച്ചതെന്നും CPM ആണ് പേയ്മെന്റ് സീറ്റുകാരെന്നും KPCC ജനറൽ സെക്രട്ടറി വി ബാബുരാജ് പറഞ്ഞു. നജീബ് കാന്തപുരം തന്നെ സ്ഥാനാർത്ഥിയാവണമെന്നാണ് കോൺഗ്രസ് ആവശ്യപ്പെടുന്നതെന്നും വി ബാബുരാജ് പറഞ്ഞു. കഴിഞ്ഞ ദിവസം പ്രത്യക്ഷപ്പെട്ട പോസ്റ്റർ അത് ആരാണ് പതിച്ചത് എന്ന് കൃത്യമായി നമുക്കറിയാം. അത്തരം ബാനറുകളും പോസ്റ്ററുകളും ഒക്കെ പെരിന്തൽമണ്ണയിൽ നജീബ് കാന്തപുരത്തിന്റെ ആ ജനപ്രതിനിധിയിൽ ഭയപ്പെട്ട എതിരാളികൾ തന്നെയാണ് ചെയ്തത്. കാരണം ഒരു സംശയമില്ല, ഇത്തരം ഒരുപാട് നോട്ടീസുകൾ ഇതിനു മുമ്പ് മത്സരിച്ച മഞ്ഞളാംകുഴി അലി സാഹിബിനടക്കം പെരിന്തൽമണ്ണ ഇറങ്ങിയിട്ടുണ്ട്. ഇതിന് മുസ്ലിം ലീഗുകാരോ UDFകാരനോ ഒരു പങ്കുമില്ല. ഞങ്ങൾക്ക് 100% വിശ്വാസമുണ്ട്. ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആ കറുത്ത കരങ്ങൾ അത് ആരാണെന്ന് കൃത്യമായി പെരിന്തൽമണ്ണ ജനങ്ങൾക്കറിയാം. അത് പരാജയ ഭീതി പൂണ്ട ആളുകൾ തന്നെയാണ് എന്ന കാര്യത്തിൽ സ്ഥാനാർത്ഥിയെ കിട്ടാത്ത ഒരു മുന്നണി കേരളത്തിലുണ്ടെങ്കിൽ അത് CPM ആണ് എന്ന് അവർ തന്നെ തെളിയിച്ച ഒരു പോസ്റ്ററായിട്ടാണ് ഞങ്ങൾക്ക് അതിനെ കാണാൻ സാധിക്കുന്നത്. അല്ലാതെ ഇത് മറ്റൊരാളും ഇത് മറ്റൊരു വലിയ രീതിയിലൊന്നും കാണാനോ ഇതൊരു പേയ്മെൻറ്റ് സീറ്റായി കണക്കാക്കാനോ ഒന്നും ഞങ്ങൾക്ക് സാധിക്കില്ല. കാരണം യൂത്ത് ലീഗിലൂടെ കടന്നു വന്ന് പെരിന്തൽമണ്ണയിലെ ജനങ്ങളുടെ ഹൃദയം കീഴടക്കിയ ഈ നജീബ് കാന്തപുരത്തിനെ ഒരിക്കലും മുസ്ലിം ലീഗിനല്ല UDFന്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന UDFന് അദ്ദേഹത്തെ ഒന്ന് മാറ്റി നിർത്തി പെരിന്തൽമണ്ണയിൽ ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരവസ്ഥയാണെന്നുള്ളത്. CPM സ്ഥാനാർത്ഥികൾ ആരെന്ന് ഒരു പേര് പോലും പെരിന്തൽമണ്ണയിൽ ഉയരുന്നില്ല. CPMന് സ്ഥാനാർത്ഥിയെ കിട്ടാത്ത അവസ്ഥയാണ്. യഥാർത്ഥ പേയ്മെന്റ് സീറ്റ് CPMന് ആണെന്നും നജീബ് കാന്തപുരത്തിന് ജനങ്ങളുടെ ഇടയിലുള്ള അംഗീകാരത്തെ CPM ഭയപ്പെടുന്നുവെന്നും വൻ ഭൂരിപക്ഷത്തോടെ UDF സ്ഥാനാർത്ഥി വിജയിക്കുമെന്നും വി ബാബുരാജ് പറഞ്ഞു. പെരിന്തൽമണ്ണയിലെ MLA നജീബ് കാന്തപുരത്തെ പോലുള്ള ഒരാള് പെരിന്തൽമണ്ണയിൽ തോൽപ്പിക്കുക എന്നത് അസംഭവ്യമായ ഒരു കാര്യമായിട്ടാണ് ഇന്ന് CPM LDFും കണക്കാക്കുന്നത്. മലപ്പുറം ജില്ലയിലെ തന്നെ എണ്ണാവുന്ന 3ാമത്തെ സീറ്റായിട്ടാണ് പെരിന്തൽമണ്ണയിൽ UDF നജീബ് കാന്തപുരത്തിൻ്റെ ഈ സീറ്റ് കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് പെരിന്തൽമണ്ണയിൽ CPMന് സ്ഥാനാർത്ഥിയെ പോലും കിട്ടാത്ത ഒരവസ്ഥയിലാണ് ഇന്ന് CPMൻ്റെയും LDFൻ്റെയും പെരിന്തൽമണ്ണയിലെ അവസ്ഥ എന്നുള്ളത്. നമുക്കറിയാം, ഈ അറവ് മാടുകളെ അറവുശാലയിലേക്ക് കൊണ്ടുപോകുന്നത് പോലെയാണ് ജില്ലാ കമ്മിറ്റിയിലും സംസ്ഥാന കമ്മിറ്റിയിലുമൊക്കെ പെരിന്തൽമണ്ണയിലേക്കുള്ള സ്ഥാനാർത്ഥികളുടെ പേര് പറയുമ്പോൾ ഓരോ നേതാക്കന്മാരും പിൻവലിയുന്ന ഒരു കാഴ്ച ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു പേര് പോലും പറയാൻ കഴിയാത്ത രീതിയിൽ നജീബ് കാന്തപുരത്തിൻ്റെ ആ ഒരു ആളുകളോടുള്ള ഒരു സമീപനവും ജനങ്ങളുടെ ഇടയിലുള്ള അയാളുടെ അംഗീകാരവുമൊക്കെ ഇന്ന് വലിയ രീതിയിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 5 വർഷം കൊണ്ട് പെരിന്തൽമണ്ണയിൽ ചെയ്ത വികസന പ്രവർത്തനങ്ങൾ അദ്ദേഹം UDFനും അതുപോലെ തന്നെ കോൺഗ്രസ്സുകാരും മുസ്ലിം ലീഗുകാരും അല്ലാത്ത സാധാരണക്കാരായ ആളുകളോടുള്ള ഇടപെടൽ തന്നെയാണ് ഇന്ന് നജീബ് കാന്തപുരത്തെ CPMും LDFും ഭയക്കാൻ കാരണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഒരു സംശയവുമില്ല, പെരിന്തൽമണ്ണയിൽ UDFൻ്റെ സ്ഥാനാർത്ഥി നജീബ് കാന്തപുരം തന്നെ ആയിരിക്കും എന്നാണ് ഞങ്ങളുടെയൊക്കെ പ്രതീക്ഷ. അത് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന കമ്മിറ്റിയാണ് പ്രഖ്യാപിക്കേണ്ടത്. ഏതായാലും ഞങ്ങൾ കോൺഗ്രസിൻ്റെ ആളുകളൊക്കെ ഞങ്ങൾക്ക് പറയേണ്ട വേദികളിൽ ഞങ്ങളുടെ UDFൻ്റെയും അതുപോലെ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലൊക്കെ നജീബ് കാന്തപുരം തന്നെ പെരിന്തൽമണ്ണയിൽ വേണം എന്ന് ഞങ്ങൾക്ക് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒരു സംശയമില്ല, 20,000-ലധികം വോട്ടിന് ഇപ്രാവശ്യം ജനകീയ MLA ആയ നജീബ് കാന്തപുരം വിജയിക്കും എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു തർക്കവുമില്ല. നമുക്കറിയാം, നമ്മുടെ കോൺഗ്രസിനെയും UDFനെയും ഏറ്റവും നേതാക്കന്മാരെയും ഒക്കെ എഴുതി കാണിക്കുന്ന റിപ്പോർട്ടർ ചാനൽ, മരമുറി ചാനൽ പോലും നജീബ് കാന്തപുരം MLAക്ക് മാർക്കിട്ട് അവർക്ക് 10ാമത്തെ റാങ്ക് കൊടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിയെങ്കിൽ അത് ഈ പെരിന്തൽമണ്ണയിൽ അദ്ദേഹത്തിനുള്ള ഒരു അംഗീകാരമായിട്ടാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. ചമഞ്ഞൊരുങ്ങാം ചമയത്തിനൊപ്പം. ചമയം ടെക്സ്റ്റൈൽസ്, പെരിന്തൽമണ്ണ, മഞ്ചേരി.